ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെരുന്നാളായതുകൊണ്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പുഡിംഗ് റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇച്ചിരി ലേറ്റായിപ്പോയി, എന്നാലും നല്ലൊരു അടിപൊളി പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. തേങ്ങാവെള്ളം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി അക്വേറിയം പുഡിംഗ് ആണ് ഇന്നത്തെ റെസിപ്പി. പിന്നെ നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ പുഡിംഗ് ആയിട്ടുള്ള അക്വേറിയം പുഡിംഗ് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പിയാണത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3 കപ്പ് തേങ്ങാവെള്ളം എടുത്തിട്ടുണ്ട്. തേങ്ങാവെള്ളം ഞാൻ മെഷറിംഗ് കപ്പൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. മെഷർ ചെയ്തിട്ടുള്ളത് സാധാ നോർമൽ കപ്പിലാണ് 3 കപ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയുടെ അളവ് ഈ തേങ്ങാവെള്ളത്തിൻ്റെ മധുരത്തിനനുസരിച്ച് വേണം ചേർക്കാൻ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പിലും കുറച്ചുകൂടെ എടുത്തിട്ടുണ്ടാവും പഞ്ചസാര. അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് പഞ്ചസാര നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ പഞ്ചസാര മെൽട്ടാവുന്ന വരെ ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ പഞ്ചസാര മെൽട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് സിമ്മിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽട്ടാക്കി എടുക്കും വേണം. ഇത് ഒരുപാട് നേരം തിളപ്പിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ ഈ തേങ്ങാവെള്ളം. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനിതെടുത്തിട്ട് അപ്പുറത്തെ ബേർണറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കും വേണം കേട്ടോ. ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റാക്കി എടുക്കണം. നാട്ടിലെ ചൈന ഗ്രാസ് ഇതുപോലെയുള്ള പാക്കിലാണ് കിട്ടുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് കേട്ടോ. ഒരുപാട് പേർക്കുള്ള ഡൗട്ടായിരുന്നു നാട്ടിൽ എങ്ങനെയാണ് റെഡിയാക്കാമെന്ന്. അപ്പോൾ നാട്ടിലുള്ള ചൈന ഗ്രാസ് 10 ഗ്രാമിൻ്റെ പാക്കാണ് വരുന്നത്. നമ്മൾ UAE ഞാൻ കാണിച്ചിട്ടുള്ളത് 25 ഗ്രാമിൻ്റെ പാക്കാണ് കേട്ടോ. അപ്പോൾ ഈ 10 ഗ്രാമിൻ്റെ പാക്കിൽ ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം എടുക്കുന്നുണ്ട് ഈ ഒരു റെസിപ്പിയിലേക്ക്. അതായത് ഒരു 6-7 ഗ്രാമോ വേണ്ടി വരും നമുക്ക് ഈ ഒരു റെസിപ്പിയിലേക്ക്. അപ്പോൾ ഇതുപോലെ ചൈന ഗ്രാസ് നമ്മൾ മെൽറ്റാക്കി എടുക്കുക. ചൈന ഗ്രാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചൂടുവെള്ളം നിർബന്ധമൊന്നുമില്ല, പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, സാധാ വെള്ളവും. എന്നിട്ട് ഇത് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കുക. ഇവിടുത്തെ ചൈന ഗ്രാസ് നമ്മൾ മെൽറ്റാക്കി എടുക്കുമ്പോൾ കുറച്ചധികം വെള്ളത്തിൽ മെൽറ്റാക്കി എടുക്കണം എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അപ്പുറത്തെ ബേർണറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ തേങ്ങാവെള്ളവും പഞ്ചസാരയും കൂടി മിക്സ്ഡ് ആക്കിയിട്ടുള്ള മിക്സ്ചർ. അപ്പോൾ ചൈന ഗ്രാസ് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ മെൽറ്റാക്കി എടുക്കാൻ. ഞാൻ എല്ലാ റെസിപ്പീസിലും പറയുന്നത്, എല്ലാ പുഡിംഗ് റെസിപ്പീസിലും പറയുന്നത് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റായിട്ടുണ്ട്, ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തേങ്ങാവെള്ളത്തിലേക്ക് നമുക്ക് ഈ ചൈന ഗ്രാസ് മെൽറ്റായത് ചേർത്ത് കൊടുക്കാം. അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ടൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റാക്കിയതും തേങ്ങാവെള്ളം കൂടി നമ്മൾ ഒരു മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മാറ്റി വയ്ക്കുക. ഇത് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. ഇനി നമുക്ക് ഇത് ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു മിക്സ്ചർ, ഇതിപ്പോൾ അക്വേറിയം പുഡിങ്ങിൻ്റെ ബേസായിട്ട് നമ്മളിപ്പോൾ ഈ തേങ്ങാവെള്ളം കൊണ്ടുള്ള ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ അക്വേറിയം പുഡിങ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ തേങ്ങാ കഷ്ണം വേണം. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ മീനാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. പിന്നെ കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചത് എടുത്തിട്ടുണ്ട്. അത് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതുപോലത്തെ ബ്രൗൺ കളറുള്ള ബിസ്ക്കറ്റ് തന്നെ യൂസ് ചെയ്യുക. അതുപോലെ കുറച്ച് പിസ്താച്ചോസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പോമഗ്രാനൈറ്റ് സീഡും എടുത്തിട്ടുണ്ട്. അതും ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ തേങ്ങാ കഷ്ണം എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ പുറത്തുള്ള ഇതുപോലെ ആ തൊലി എടുത്തിട്ട് ഒന്ന് കളയുക. നമുക്ക് വൈറ്റ് കളറിലാണ് വേണ്ടത് മീനിൻ്റെ ആ ഒരു ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുകൊണ്ട് മീനിൻ്റെ ഷേപ്പ് ആക്കി എടുക്കണം. അത് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. സെറ്റാവുന്നതിന് മുമ്പ് ഇതുപോലെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഞാൻ കുറച്ച് ഡിലേ ആയിപ്പോയി, വീഡിയോ കൂടി എടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് സെറ്റായിപ്പോയി. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഈ ഡെക്കറേഷൻ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ലെയറായിട്ട് നമ്മൾ ബിസ്ക്കറ്റ് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് പിസ്ത ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ പിസ്ത ഹോൾ പിസ്താച്ചോസും ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിസ്ത പൊടിച്ചതാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, ഗ്രീൻ കളറിൽ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ പോമഗ്രാനൈറ്റ് സീഡും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫിഷിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം തേങ്ങാ കഷ്ണങ്ങൾ. അധികം കട്ടിയിലാക്കണ്ട, കുറച്ച് തിന്നാക്കിയിട്ട് ചെയ്തെടുക്കുക.
അപ്പോൾ ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ പുഡിങ് നന്നായിട്ട് സെറ്റായി. അപ്പോൾ ഞാൻ ഒരു 2 ചെറിയ ഫിഷും 2 വലിയ ഫിഷുമാണ് ആക്കി എടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക കേട്ടോ. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് തേങ്ങാ കഷ്ണങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊന്നും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു തീം വെച്ചിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫിഷിന് നമുക്ക് കണ്ണ് കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ ഈ പോമഗ്രനേറ്റ് സീഡ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഫിഷിന് കണ്ണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. വേറൊന്നും ഇവിടെ ഇല്ലായിരുന്നു അങ്ങനെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അടിപൊളി അക്വേറിയം പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് തണുപ്പിച്ചിട്ട് ഇതുപോലെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു ഗ്യാപ്പിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി എടുത്തിട്ട് ആ ഒരു ഗ്യാപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കുമ്പം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വേറെ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്